എലിഫൻറ്റ് സ്പോട്ടഡ് 1 2 3 4. ഓ, അതിൻ്റെ മുകളിലാണ് ആൾ കയറിയിരിക്കുന്നത്. മൂട്ട പക്ഷെ കെട്ടിയിട്ടുണ്ട്, മൂട്ടയൊക്കെ വെച്ചിട്ട്. പിന്നെ അയ്യോ, അത് എല്ലാവർക്കും കൂടെ തലമക്ക് ഒരു. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ. ഞാനിപ്പോൾ എന്നുള്ളത് കൊല്ലേഗാലിലാണ്, കർണാടക. ഞാൻ ഇന്നലെ രാത്രി MMLs ഇവിടെ എത്തിയിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു റൂം എടുത്ത് ഇവിടെ താമസിച്ചു. ബൈക്കൊക്കെ ഇവിടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിൻ്റെ മുകളിലാണ്, ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇന്ന് കൊല്ലേഗാലിൽ 2-3 സ്ഥലങ്ങൾ പോകാനുണ്ട്. അതായത് ഇവിടെ അധികം സ്പോട്ടുകളൊന്നുമില്ല നമുക്ക് പോകാനായിട്ട്. ഇവിടെയൊക്കെ കാർഷിക മേഖല തന്നെയാണ്. ഇതൊരു പിന്നെ അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്. മറ്റേ ഒരു ചാമരാജ്നഗർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ടൗൺ ആണ്. ഇപ്പം ഇവിടുത്തെ ഒരു 22 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ശിവനസമുദ്ര വാട്ടർഫാൾസ് ഉണ്ടല്ലോ, ഈ കഗൻചുക്കി, ബാറശുക്കി എന്നൊക്കെ പറഞ്ഞ വാട്ടർഫാൾസ്, കാവേരി റിവറിന് സ്പ്ലിറ്റ് ആയിട്ട് രണ്ടായിട്ട് ഉള്ളൊരു വാട്ടർഫാൾസ് ആണ്. രണ്ടും ഏകദേശം സെയിം രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് വരാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് തന്നെ ചാമരാജ്നഗർ വന്ന് ചാമരാജ്നഗറിൽ നിന്ന് തന്നെ ആ റൂട്ട് പിടിച്ച് പോകാനാണ് തീരുമാനം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ശിവനസമുദ്ര പോയിട്ട് മടങ്ങി ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഇപ്പോൾ രാവിലെ ഏർലിയറായിട്ട് ഞാൻ ഇറങ്ങി. ഏർലിയർ മീൻസ് 8:30 ആയിട്ടോ. ഞാൻ ഇവിടെ കാലാവസ്ഥ ഭയങ്കര ഒരു ഡിം റൈറ്റാണ്. അതായത് വെളിച്ചല്ല, മഴക്കാറും കൂടിയിട്ട് മഴ പെയ്യുമെന്ന് സംശയമുണ്ട്. ഏതായാലും ഇവിടെയാണ് ഇന്നലെ ഞാൻ താമസിച്ചത് കേട്ടോ. ഈ ശ്രീനിധി അതിലല്ല, അത് പിന്നെ ഹോട്ടലിൻ്റെ പേരാണ്. ഇതിന് മുകളിൽ നല്ല റൂം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി കൂടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോവാണ്. ഇതാണ് കൊല്ലേഗാൽ ബസ് സ്റ്റാൻഡാണ്. ഇത് റീസെൻ്റായിട്ട് പണി തീർത്താണെന്ന് തോന്നുന്നു. കുറച്ച് അത്യാവശ്യം വലിയ ബസ് സ്റ്റാൻഡാണ്. ഈ ഭാഗത്തേക്ക് കൊല്ലേഗാൽ ടൗണിൻ്റെ ഭാഗം അങ്ങോട്ട് മുന്നോട്ടാണ്. സർക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്ര ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ മാത്രം വലിയൊരു ടൗണൊന്നുമല്ല കേട്ടോ, ചെറിയ ടൗൺ. ചാമരാജ്നഗർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ടൗണാണ് ഈ കൊല്ലേഗാൽ. ഇതാദ്യം തമിഴ്നാടായിരുന്നു. കൊല്ലേഗാൽ എന്ന് പറഞ്ഞത് ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ പെട്ട സ്ഥലമായിരുന്നു. പിന്നീട് ചാമരാജ്നഗറിലുള്ള താളവാടി എന്ന് പറഞ്ഞ ആ സ്ഥലം തമിഴ്നാടാക്കിയിട്ട് അതിന് പകരം ഈ കൊല്ലേഗാൽ കർണാടകയായി മാറിയതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഏതായാലും ഇപ്പോൾ നല്ല 100% കർണാടകയാണ് കുറേ വർഷങ്ങളായിട്ട്. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമുക്ക് പെട്ടെന്ന് പാക്കേജൊക്കെ എടുത്തിട്ട് വിടാം എന്ന് വിചാരിക്കുന്നു. നമ്മളിന്നും പ്ലെയിൻ ദോശ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇവിടെ എല്ലാ ഫുഡും കിട്ടുന്ന ഹോട്ടലാണ്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. നോൺ വെജ് ഒക്കെ കിട്ടും, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ദോശ കഴിക്കാം. രണ്ട് പ്ലെയിൻ ദോശ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ്. ഞാൻ നല്ല മേട്ടൂരിൽ നിന്ന് കഴിച്ചതിനേക്കാളും അടിപൊളിയായിട്ടായിരുന്നു. ഇവിടുത്തെ നല്ല രുചി. ഒരു ചായയും കുടിച്ചു. പിന്നെ ഞാൻ ആ ഹോട്ടലത്തെ ഓണറടുത്ത് ഞാൻ ചോദിച്ചു, ഈ ശിവനസമുദ്ര ഇപ്പോൾ പോയാൽ എങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പോൾ വെള്ളം വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയുണ്ടല്ലോ. കുറേ കൽക്കൂമ്പാരങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയാൽ കാണാൻ പറ്റില്ല. കാരണം അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. നയാഗ്ര ഫാൾസ് പോലെ ഇന്ത്യൻ നയാഗ്ര എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ റൈനി സീസണിൽ പോയാൽ മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വെയിലില്ലാത്തൊരു ദിവസമാണ്, അതാണ് പ്രശ്നം. മഴ പെയ്യുമോയെന്നറിയില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ നേരെ ചാമരാജ്നഗർ റൂട്ടിനാണ് പോകുന്നത്. ചാമരാജ്നഗർ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് വേറെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് ബിആർ ഹിൽസ് ഉണ്ട്. ബിആർ ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോറസ്റ്റ് റൂട്ട് മാത്രം. അവിടെ
കേകുടി എലിഫൻറ്റ് ക്യാമ്പിംഗ് ഒക്കെയാണുള്ളത്. അതിപ്പോൾ നമുക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ വേറെ നമുക്ക് ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇവിടെ ടിബറ്റിയൻ സെറ്റിൽമെൻ്റ് ഉണ്ട്. അത് ഏത് റൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാസനൂർ വഴിക്ക് പോകണം. പക്ഷേ നമ്മൾ നെക്സ്റ്റ് റൂട്ട് പോകുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പം വെറുതെ അങ്ങോട്ട് ഒരു 100 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടണം. പിന്നെ നമുക്ക് സമയം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ബൈക്കാരനെ പെട്ടെന്ന് ആ അങ്കിള് പെട്ടെന്ന് ക്രോസായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഡിക്കേറ്റർ ഇടുന്നത്. എൻ്റെ പുറകിൽ വരുന്ന ബൈക്കാരന് ഭയങ്കര തെറി വിളിക്കണം അയാളെ കന്നഡത്തിൽ. അതാണ് എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയത്. പോകാൻ നേരെ തണുക്കുണ്ട് എനിക്ക്. വെയിൽ വന്നിട്ടില്ല. സമയമൊക്കെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. 10 മണിയായി, 10:15. പക്ഷേ വെയിൽ വരാത്തത് കൊണ്ട് തണുപ്പാന്ന് തോന്നും. തണുപ്പ് ഇടുങ്ങിയ ഒരു സ്ഥലം. കുറേ കെട്ടിടങ്ങളുണ്ട് പഴയ കാലത്തെ പോലെ. സ്ഥലത്തിൻ്റെ പേര് മാത്രം ചോദിക്കരുത്. ഐ ആം വെരി സോറി, എനിക്ക് കന്നഡ അറിയില്ല ബോർഡ് വായിക്കാൻ. ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില ബോർഡുകൾ മാത്രം ഇംഗ്ലീഷിൽ ആ ഓരോ സ്ഥലം തുടങ്ങുന്നതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടു. പിന്നെ നമ്മൾ തിരഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എല്ലാം മൊത്തം കന്നഡത്തിലുള്ള ബോർഡുകൾ മാത്രമായിരിക്കും. അഗാര അത് ഇവർ വെക്കുന്നതാണ്. NH292 ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന ബോർഡുകളാണ്. അഗാര എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഇളന്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ചെറിയൊരു ടൗണാണിത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട്. അത് നേരെ നമുക്ക് BR ഹിൽസിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ BR ഹിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഹിൽ സ്റ്റേഷനൊന്നുമല്ല. പക്ഷെ ഒരു ഫോറസ്റ്റ് റേഞ്ചാണ്. അത് നമ്മളത്ര വലിയൊരു ത്രില്ല് കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ സത്യമംഗലം ഒക്കെ കറങ്ങി വന്ന ആ ഒരു ഫീലൊന്നും ഇവിടെ കിട്ടില്ല. കാരണം ഇത് ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തോടു കൂടി വണ്ടികളൊക്കെ കടത്തി വിടുന്നതാണ്. പിന്നെ ക്യാമറ അലൗഡല്ല, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. സോ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ പോയി വരേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ക്യാൻസൽ ചെയ്യാം. പിന്നെ അതൊരു റിപ്പീറ്റഡ് സ്റ്റോറി ആവും. വീണ്ടും അതേപോലെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ repeated story ആവും. So we are going this way. നമ്മൾ ചാമരാജ് നഗർ എന്ന സൗതേൺ കർണാടകയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. സിറ്റി മീൻസ് ഇത് കർണാടകത്തിൻ്റെ സിൽക്ക് സിറ്റി എന്നറിയപ്പെടും. ഏറ്റവും കൂടുതൽ പട്ടുസാരികളൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. വേറെ കുറേ പ്രത്യേകതകളുള്ള ഒരു നാടാണ് ഈ ചാമരാജ് നഗർ.
നല്ല ട്രാഫിക്കാണ് ഇവിടെ. നമ്മൾ ഹൈവേയിലേക്ക് കിടക്കുകയാണ്. ഹൈവേയിലേക്ക് കിടന്നിട്ട് ഇടതുവശത്തൂടെ പോകണം. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. ഏകദേശം ഗുണ്ടൽപേട്ട്, കൊള്ളേഗാൽ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ ചാമരാജ് നഗർ. നഗര എന്നാണ് ഇത് അറിയപ്പെടുക, എല്ലാവരും പറയാം. ഈ ചാമരാജനഗർ ടൗണിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു റോഡും അതിന്റെ മുമ്പിൽ കവാടമുണ്ടാകും. കവാടത്തിൽ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഫോൾക്ക് ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് കർണാടകത്തിന്റെ പ്രാചീനമായിട്ടുള്ള നാടൻ കലകളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചാമരാജനഗർ എന്ന് പറയുന്നത്. ഇതൊരു ചാമരാജൻ എന്ന് പറഞ്ഞൊരു മഹാരാജാവിന്റെ പേരാണ്. അത് മൈസൂർ ഒരു രാജാവായിരുന്ന ചാമരാജ എന്ന് പറഞ്ഞ ആ ഒരാളുടെ പേരാണിത്. അദ്ദേഹം ജനിച്ച സ്ഥലമാണിത്. ഇതിന്റെ ആദ്യത്തെ പേര് ശ്രീ ഹരിക്കൊട്ടാര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര്. ഈ രാജാവിന്റെ മരണത്തിന്റെ ശേഷമാണ് ഈ സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ പേരെടുത്തിരുന്നത് ചാമരാജ് നഗർ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ ആയിട്ടാണ് ഇപ്പോൾ ഇതുള്ളത്. ഈ കൊള്ളേഗാലം എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഇതിൽ പെടുന്ന സ്ഥലങ്ങളാണ്. കൂടുതലായിട്ടും ഇവിടെ സിൽക്ക് സിറ്റി എന്നും കൂടെ ഇത് അറിയപ്പെടുന്നത്. കാരണം പട്ടുസാരികൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. അതിന്റെ തോത് ഇപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയില്ല. പിന്നെ കൃഷി എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് രാഗിയാണ്. കർണാടക എടുത്തു കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് രാഗി ഉത്പാദിപ്പിക്കുന്നത് ജനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നതും അത് തന്നെയാണ്. പിന്നെ നെല്ലുണ്ട്, കമ്പഞ്ചോളം, ഈ അരിച്ചോളം എന്ന് പറഞ്ഞ സാധനങ്ങൾ എല്ലാം ഇങ്ങനത്തെ ഈ ധാന്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കണമെന്ന് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ധാന്യങ്ങളുടെയും വിത്ത് ഇവിടെ കിട്ടുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിറ്റിയാണ് നമ്മുടെ ഈ ചാമരാജ് നഗർ. ഇതിന്റെ ചുറ്റുഭാഗം ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലുള്ളത്. ഈ സിറ്റി ഏകദേശം അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ്. അറിയപ്പെട്ട സ്ഥലമാണ് കർണാടകയിൽ, സദൺ കർണാടകയിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചാമരാജ് നഗർ എന്ന് പറയുന്നത്. ഇത് നഗര എന്നുള്ള ആളുകൾ കൂടുതലായിട്ടും പറയാം. ചാമരാജ് നഗർ എന്നതിന് ഷോർട്ടായിട്ട് നഗര എന്ന് പറയും. ചാമരാജനഗർ കഴിഞ്ഞ് നമ്മളിനി അടുത്തെത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് തൃക്കനാബി എന്ന് പറയും. തൃക്കനാബി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃക്കനാബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടൽപേട്ടാണ്. ഗുണ്ടൽപേട്ട് അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ തൃക്കനാബി എത്തി. തൃക്കനാബി മാർക്കറ്റ് കണ്ടോ? പച്ചക്കറി മാർക്കറ്റാണോ ഈ കാണുന്നത്? ഇവിടെ നിന്നാണ് ലോഡ് കയറി പോണത്. അത് മൊത്തം പിക്കപ്പാണ് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് വെജിറ്റബിൾസ് ലോഡ് കയറി പോണത് ഇവിടെ നിന്നാണ്. ഇവിടെ ബോർഡ് ഗുണ്ടൽപേട്ട്. അത് ഗുണ്ടൽപേട്ടിൻ്റെ പരിധിയാണ്. ഇവിടുന്ന് ലേശമുള്ളൂ കേട്ടോ, അധികമല്ല. 30 കിലോമീറ്റർ ഒന്നുമല്ല, 10-11 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ഗുണ്ടൽപേട്ട് പോകാനായിട്ട്. അതാണ് തൃക്കനാബി ടൗൺ. അവിടെ ഗുണ്ടൽപേട്ട് എന്നാ ബോർഡ് വെച്ചിരിക്കുന്നത്. ഞാൻ ബോർഡ് വെച്ചിരുന്നപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയതല്ല, അത് ഗുണ്ടൽപേട്ടിൻ്റെ പരിധിയിൽ എത്തുന്നു എന്നുള്ളതാണ് അതിന് ബോർഡിൻ്റെ ഉദ്ദേശം. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്തേക്ക് ചാമരാജ് നഗർ എന്നുള്ള ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചാമരാജ് നഗർ അതിൻ്റെ പരിധിയിലും പെടും. ഇത് തൃക്കനാബി ഒക്കെ ഗുണ്ടൽപേട്ടിൻ്റെ പരിധിയിലും പെടും എന്നുള്ള ഒരു സൂചനാ ബോർഡായിരുന്നു അത്. കണ്ടോ, മുട്ടക്കോസ് കയറിപ്പോകുന്നത് കണ്ടോ, ക്യാബേജ്. ഓ, അതിൻ്റെ മുകളിലാണ് ആൾ കയറിയിരിക്കുന്നത്. മൂട്ട പക്ഷെ കെട്ടിയിട്ടുണ്ട്, മൂട്ടയൊക്കെ വെച്ചിട്ട്. പിന്നെ ഒരു സ്ഥിരം തൊഴിൽ ഇതൊക്കെ തന്നെയല്ലേ.
ജസ്റ്റ് അങ്ങനെ അങ്ങ് പോകും. നമുക്ക് മുന്നിലങ്ങ് പോവാം. ഈ റോഡ് സ്ട്രൈറ്റ് 10 കിലോമീറ്റർ ഗുണ്ടൽപേറ്റ്. ഇന്ന് വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമായിപ്പോയി. ഒട്ടും വെയിലുമില്ല. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് ഓർമ്മയില്ല. Welcome to Gundalpet. TMC. Welcome to Gundalpet. குண்டல்பேட் உங்களை அன்புடன் வரவேற்கிறது. ഹോട്ടൽ മുക്താർ ഊട്ടമാട ബേക്ക. കഴിക്കാൻ വലിയൊരു മൂടൊന്നുമില്ല. കഴിച്ചിട്ട് പോവായിരിക്കും നല്ലത്. നോക്കാം. പക്ഷേ ഏതായാലും ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഗുണ്ടൽപേട്ട് വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എത്ര പോരാ. എന്തോ ഒരു രസമല്ല ബിരിയാണിയൊന്നും. ഇറച്ചിയൊക്കെ ഒരു വെള്ള കളറിലൊരു ആണ്. ചിക്കൻ ബിരിയാണി കഴിച്ചത് 150 രൂപ ചാർജ് ആണ്. പക്ഷേ പോരാ. എന്തൊക്കെയോ മാറ്റങ്ങൾ. ഏതായാലും ഇവിടുന്ന് ഇനി നമ്മൾ ജസ്റ്റ് ഹങ്കള അങ്ങനെ പോകാനാണ് തീരുമാനം. പോവാം പതുക്കെ. നമ്മൾ ഹങ്കള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസിലേക്കൊക്കെ പോകുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ താഴെ. പോയി കണ്ടു നോക്കാം എന്താന്ന്. അമ്പലത്തിൻ്റെ പരിപാടിയാന്ന് തോന്നുന്നു. ഉത്സവ പരിപാടി. വലിയൊരു ഇരുമ്പിൻ്റെ പൈപ്പ് കൊടിക്കാലും കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ. മുളയിലാണ്, മുളൻ്റെ കാലം. അയ്യോ, അത് എല്ലാവർക്കും കൂടെ തലമക്ക് ഒരു എൻ്റെ തലൻ്റെ നേരെ മേലെയാണ്. പോയി ഓടിഞ്ഞാൽ കറക്റ്റ് എൻ്റെ തലമക്ക് വരും. കുറേ പേര് ചേർന്ന് പിടിക്കും. ഇടയ്ക്ക് അതിൻ്റെ ബാലൻസ് പോകുമ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇത് ഇത്ര ദൂരം എങ്ങനെ കൊണ്ടുപോകും, എത്ര ദൂരം കൊണ്ടുപോകേണ്ടി വരും എന്നറിയില്ല. ഉത്സവ പരിപാടിയാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ എന്തെങ്കിലും കുംഭാഭിഷേകം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. കമ്പ അങ്ങനെ തന്നെ നേരിട്ട് കൊണ്ടുപോകണമെന്ന് വല്ല ചടങ്ങും ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അത് പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിടിച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് വെരി നൈസ്. ഞാൻ ബന്ദിപ്പൂർ വന്നിട്ട് കുറേ ആയി. ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി ഇങ്ങനെ പാസ്സുമായിരുന്നു. ഇപ്പോൾ ഇതുവഴി വന്നിട്ട് കുറേ ദിവസങ്ങളായി. മാൻകൂട്ടങ്ങൾ. ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനിമൽസ് സ്പോട്ട് ചെയ്യുക ഈ കർണാടകൻ്റെ ഭാഗത്തിലെ ഈ ബന്ദിപ്പൂർ വനത്തിലാണ്. അപ്പുറത്തേക്ക് മുതുമലയിൽ കടന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ വഴിക്കാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യുക. ആനയും മാനും കോമനും എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നതാണ്. പക്ഷേ ടൈഗർ, അതേപോലെ കരടി, ഈ രണ്ട് സംഭവങ്ങളും കൂടുതലായിട്ട് നമ്മൾ സ്പോട്ട് ചെയ്യുക ഈ ഒരു ഭാഗത്താണ്. അതായത് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഫോറസ്റ്റ് പാക്കേജസ് ഒക്കെ നടത്തുന്ന സ്ഥലത്തിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് അനിമൽ സ്പോട്ടിങ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. ഞാൻ അതിന് മുമ്പ് കുറേ പ്രാവശ്യം വന്നപ്പോൾ കരടീനൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാട്ടുപോത്താൾ, മാന്, ആന ഇതേ കാണുള്ളൂ കൂടുതലായിട്ട്. പക്ഷെ റയർ പീസുകൾ കിട്ടൽ ഇവിടെയാണ്. കടുവയുണ്ട് ഇവിടെ. എന്താ ഒരു ഫീലാണെങ്കിൽ അങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ. ബന്ദിപ്പൂർ അവസാനിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഈ ലെഫ്റ്റിലേക്ക് റോഡും ഉണ്ട്. ഇത് മംഗള എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് പോണത്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ വളവിലും ഓരോ കൃത്യമായ ഡിസ്റ്റൻസ് വിട്ട് ഫോറസ്റ്റ് വാച്ചർമാരാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്. അതായത് ഇവിടുത്തെ അല്ലാത്ത ആ ഗ്രാമവാസികളല്ലാത്ത ആരെങ്കിലും വരിക, അല്ലെങ്കിൽ വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അവരതിനെ പരിശോധിക്കും. എന്താണ് പർപ്പസ് എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നും അല്ലെങ്കിൽ എന്തായാലും പോകാൻ പറ്റില്ല. അതിനകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ കൃഷിയുള്ള ആളാവണം. അവിടെ ധാരാളം കൃഷി സ്ഥലങ്ങളുണ്ട്. അതിൽ ഇങ്ങനെ പാട്ടത്തിനെടുത്തിട്ട് പുറത്തുള്ള ആളുകൾ വന്ന് ലാൻഡ് എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് പോവാം. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. വ്യക്തമായ കാരണമില്ലാതെ ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കർണാടകൻ്റെ ആണ്. മംഗള എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ബസ്സുണ്ട്. ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് മംഗളക്കുള്ള ബസ്സിൽ കയറി വേണമെച്ചാൽ ബസ്സിൽ പോയിട്ട് തിരിച്ചു വരാം. അവിടെ നല്ല ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. എലിഫൻറ്റ് സ്പോട്ടഡ്. 1 2 3 4 4 ഒരു കുട്ടിയുണ്ട്. കൊമ്പനില്ല, കൊമ്പൻ. അങ്ങനെ ബന്ദിപ്പൂരിന് ഇവിടെ പറഞ്ഞു തമിഴ്നാടിൻ്റെ മുതുമലയിലേക്ക് പ്രവേശിക്കാം. முதுமலை டைகர் ரிசர்வ் உங்களை அன்புடன் வரவேற்கிறது. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അത് ബന്ദിപ്പൂരും ശരി, മുതുമല ശരി.
ഈ റോഡിലൊന്നും ആരും ഇപ്പം അങ്ങനെ ആരും ഉപേക്ഷിക്കാറില്ല. ആദ്യമൊക്കെ ഈ വേസ്റ്റേജസ് എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ വലിച്ചെറിയായിരുന്നു. പിന്നെ അത് കർശനമാക്കി അതിന് ഫൈൻ ഇടാൻ തുടങ്ങി, ഒക്കെ നിയമങ്ങളൊക്കെ കർശനമാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ജനങ്ങളിപ്പോൾ അത് പാലിക്കാൻ തുടങ്ങി. അതിൻ്റെ ആ വ്യത്യാസം നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് എന്നിപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. വെരി നൈസ്. പിന്നെ വാഹനങ്ങളാരും നിർത്തുന്നില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്പോട്ടുണ്ട്, അവിടെ നിർത്തി അവിടെ പിന്നെ നിന്ന് ഭക്ഷണം കഴിക്കൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയാൽ ഇപ്പോൾ ഫൈനായി. അതിന് ശേഷം പിന്നെ അതിന് ശേഷമാണ് ഈ ഫോറസ്റ്റിന് ഇങ്ങനത്തെ ഒരു ഈ ഭംഗി ഈ റോഡിനൊക്കെ ഇങ്ങനെ വന്നത്. അങ്ങനെ നമ്മളെല്ലാ റിസർവ് ഫോറസ്റ്റുകളും കഴിഞ്ഞ് പുറത്തിറങ്ങി തുറപ്പള്ളി എത്തി നമ്മൾ. ഞാൻ ഗൂഡല്ലൂർ എത്തി. അവസാനം താൽക്കാലികമായിട്ട് എൻ്റെ യാത്ര നമ്മൾ അവസാനിപ്പിക്കാനോടൊന്ന് ഒരു ചായ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്തു. കുറേ നേരത്തെ എത്തി, കാരണം നമ്മൾ വേറെയുള്ള 2 സ്ഥലങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഞാൻ ക്യാൻസലാക്കിയിരുന്നു. നെക്സ്റ്റ് ഞാൻ മറ്റൊരു അവസരത്തിൽ അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.